ഞങ്ങളുടെ ഫോട്ടോ എടുത്തത് കൊണ്ടാണ് ബാദ്ഷാ അക്ബറും അനാർക്കലിയും സാന്താക്ലോസും ഒക്കെ ഞങ്ങളുടെ ഫാൻസായി മാറിയത്. എന്റെ അമ്മോ, ഇതെങ്ങനെ സംഭവിക്കും? ബാദ്ഷാ അക്ബറിനെ നിന്നെങ്ങനെ അറിയാം? പറയൂ, എങ്ങനെ 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 എങ്ങനെ? ഇത് കണ്ടില്ലേ, ബാദ്ഷാ അക്ബറിന്റെ ഫോട്ടോയാണ്. ഒരു ദിവസം അയാളുടെ ഭടന്റെ ഒരു മെസ്സേജ് ഞങ്ങൾക്ക് വന്നിരുന്നു. ഈ ബാദ്ഷാ അക്ബറിന് ഞങ്ങൾ തന്നെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഞങ്ങൾ അപ്പൊ ഡോക്ടർ ജഡ്കയുടെ ടൈം മെഷീനിലോട്ട് കയറി ഞങ്ങൾ ചെന്ന് അയാളുടെ ഫോട്ടോ എടുത്തു. അല്ലേ പത്ലു? അതെ അതെ, നിങ്ങൾ എല്ലാരും ഇപ്പൊ ലഡു കഴിക്കേ. കണ്ടില്ലേ, ഞങ്ങൾ അക്കുവിന്റെ ഫോട്ടോ എടുത്ത് തിരിച്ചു വരികയും ചെയ്തു. ടൈം മെഷീനിൽ ഇരിക്കുകയും ചെയ്തു. കണ്ടില്ലേ, ഇതാണ് ബാദ്ഷാ അക്ബറിന്റെ ഫോട്ടോ. പൊളിക്കടുത്തല്ലോ. ഈ അക്കു ആരാണ്? അത് ബാദ്ഷാ അക്ബറിന്റെ വീടിന്റെ പേരാണ് അക്കു. അവിടെയുള്ളവരൊക്കെ ഞങ്ങളോട് പറഞ്ഞത് അവരൊക്കെ ഇതിനെ അക്കു എന്നാ വിളിക്കാറെന്നാ. അതുകൊണ്ടാ ഞാനും അങ്ങനെ പറഞ്ഞത്. എവിടെ നിർത്തിന്ന് വെച്ചാ അവിടെ തന്നെ നിർത്തിക്കോ, ഇനി മുന്നോട്ട് പോണ്ട. ഇത് കണ്ടില്ലേ അനാർക്കലിയുടെ ഫോട്ടോ. ഞങ്ങൾ ടൈം മെഷീനിൽ കയറി ഇരുന്നപ്പം അത് സലീം അനാർക്കലിയുടെ അടുത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ചേട്ടന്മാരെ ഇവരുടെ ഫോട്ടോ കൂടി ഒന്ന് എടുത്തേക്കൂന്ന്. കാരണം നിങ്ങളെ പോലെ ഒരു ഫോട്ടോഗ്രാഫർ എനിക്ക് കിട്ടിയെന്ന് വരില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ അവരുടെ ഫോട്ടോ എടുത്ത് ടൈം മെഷീനിൽ കയറി തിരിച്ചു വരികയും ചെയ്തു. സാന്താക്ലോസ് വന്നു, അപ്പോ നീ ഈ പടം എടുത്തു, അങ്ങനല്ലേ? അതേ വലിയേട്ടാ, ആ കഥ കേട്ട് കഴിഞ്ഞ ഭയങ്കര തമാശയാ. എന്താന്ന് വെച്ചാ, പത്ലു, മിഠായി മുഴുവൻ കഴിഞ്ഞോ അതോ വല്ലതും ബാക്കിയുണ്ടോ? അതെ, തീർന്നു പോയി. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം കൂട്ടുകാരെ. ആഹാ, എന്നാ തുടങ്ങിയേക്കാം. കൊറേ നേരമായി നമ്മളെ മണ്ടന്മാരാക്കാൻ തുടങ്ങിയിട്ട്. രണ്ടുപേരെയും ഇന്ന് വിടാൻ പറ്റില്ല. എങ്ങോട്ടാ പോകുന്നത്? നിന്നെ വിടാൻ പോകുന്നില്ലെന്ന്. ഞങ്ങളെന്താ പൊട്ടന്മാരെന്ന് കരുതിയോ? നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് നിൽക്കാൻ. എന്റെ ഫോട്ടോ കാണിച്ചിട്ട് അക്ബറിന്റെ ഫോട്ടോയാണെന്ന് പറയുന്നു. എന്റെ മോട്ടു, ഞാൻ ഇതുപോലെ തടി ഇതുവരെ മേടിച്ചിട്ടില്ല. നീ കുറച്ചു സമയം നിന്റെ വായന്ന് അടച്ചിരുന്നുവെങ്കിൽ ഇവര് തല്ലില്ലായിരുന്നു. കുറച്ച് left, chin up. Okay. ബോക്സറേട്ടാ, നിങ്ങൾ അനങ്ങാതെ അവിടെ തന്നെ നിൽക്കണം കേട്ടോ. ഞാനൊരു ഫോട്ടോ എടുത്ത പിന്നെ നിങ്ങൾ എന്നെ മറക്കേയില്ല, അറിയോ? ഒരു കാലത്ത് ബാദ്ഷാ അക്ബറിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇല്ലാതിരുന്നോ, അല്ലെങ്കിൽ ഇവിടെ നിന്നും ഇടി കിട്ടും. ഓക്കെ ഓക്കെ, ലൈറ്റ്സ് കുറച്ചുകൂടെ അടുത്ത് വരൂ, കുറച്ചുകൂടെ അടുത്ത് വരൂ, കുറച്ചുകൂടെ അടുത്തേക്ക്, കുറച്ചുകൂടെ അടുത്തേക്ക്, കുറച്ചുകൂടെ അടുത്തേക്ക്, കുറച്ചുകൂടെ അടുത്തേക്ക്, കുറച്ചുകൂടെ അടുത്തേക്ക്. പെട്ടെന്ന് എടുക്കടാ ഫോട്ടോ. ലൈറ്റ്സ് കുറച്ചുകൂടെ അടുത്ത് കൊണ്ടുപോവാ. ഇനി നീ എങ്ങോട്ട് അടുപ്പിക്കാനാ? എന്റെ മുഖം പൊള്ളാറായി, ഇനി മുഖം കത്തിപ്പോകും. മോട്ടു, ക്യാമറ എവിടെ? വേഗം ഷൂട്ട് ചെയ്യേ. കണ്ടില്ലേ എത്ര മനോഹരമായ സ്ഥലമാണെന്ന്? ക്യാമറ അതിന് താഴെയാണല്ലോ ഉള്ളത്. നീ എന്തൊരു ക്യാമറാമാനാ? വാ, ഇപ്പൊ പോയിട്ട് നമുക്ക് പിന്നെ വരാം. എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ അയച്ചു കൊടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് പ്രൈസ് മേടിക്കാം. എന്താ? വരൂ, പോവാം. എന്റെ നടുവേ. മോട്ടു, ഞാൻ ക്യാമറ എടുത്തിട്ടുണ്ട്. നീ വേഗം ലൈറ്റ് എടുത്തിട്ട് വാ. നിങ്ങളെ രണ്ടിനെ ഞാൻ വെറുതെ വിടൂല. അത് പിന്നെ എനിക്ക് ഡോണിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു. ഡോൺ, ഡോൺ, അവനെ തന്നെ ഈ നാട്ടിലെ എല്ലാ പോലീസും തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവനെ പിടിക്കാന്നുള്ളത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. പ്ലീസ്, നിങ്ങൾ വേറെ എവിടേക്കെങ്കിലും പോയിക്കോളൂ, അല്ലെങ്കിൽ ഇവിടെ പോലീസ് വരും. ഓ, ഞാൻ ആ ഡോണിനെ കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ ഈ ഡോണിനെ കുറിച്ചാ പറഞ്ഞത്. എന്റെ ഡോഗിന്റെ പേരാണ് ഡോൺ. ഇവൻ നന്നായി ആക്ടിംഗ് കൂടെ ചെയ്യും. ഞാൻ ഇവനെ ആക്ടർ ആക്കാനാണ് ആഗ്രഹിക്കുന്നത്. കേട്ടില്ലേ, ഈ ഡോഗി ഒരു ആക്ടർ അത്രേ. ഇപ്പൊ ഡോഗികളും ആക്ട് ചെയ്യാൻ തുടങ്ങിയോ?
ഡോഗിനെ നോക്കി ചിരിച്ചാലുണ്ടല്ലോ അത്ര തന്നെ. അവന് ദേഷ്യം വന്നാലുണ്ടല്ലോ അവനെ നിയന്ത്രിക്കാനും സമാധാനപ്പെടുത്താനും സാധിക്കില്ല. വരൂ, വന്ന് ഫോട്ടോ എടുത്തതാ. ഓക്കെ എന്റെ ഡോൺ ചേട്ടാ, നിങ്ങൾ ഇവിടെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ആ പിന്നെ ഡോൺ ചേട്ടാ, ഞാൻ സ്മൈൽ എന്ന് പറയുമ്പോ എന്നെ നോക്കി ചിരിക്കണം, ഓക്കേ? ഡോൺ പ്ലീസ് ഒന്ന് നിക്ക്. എന്റെ അമ്മേ, മേഡം ഇത് എന്തിനാ ഞങ്ങളെ കടിക്കുന്നേ? ഇവനെ ബ്രദർന്ന് മാത്രം വിളിക്കരുത്. കാരണം ഇവനും ഇവന്റെ ബ്രദറും തമ്മിൽ എന്നും വഴക്കാ. ബ്രദർന്ന് കേട്ടാലേ ഇവന് ദേഷ്യം വരും. ശരി, സോറി പറയൂ, വേഗം സോറി പറയൂ. അതെ, സോറി ഒക്കെ പറഞ്ഞോളാം. പക്ഷേ ഡോൺ എവിടെ? നിങ്ങളുടെ പുറകിലുണ്ട്. കഷ്ടം, ഇത്രയും ചെറിയൊരു പട്ടിക്കുട്ടിയെ കണ്ടിട്ട് പേടിച്ചോടുന്നോ? ഡോണേ, ഒരടി നീ ഇനി മുന്നോട്ട് എടുത്തു വെച്ചാൽ നിന്റെ കാര്യം പോക്കാ. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാനാ പറഞ്ഞത്. നിന്റെ മുതലാളിയുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇവിടെ നിന്നെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. എന്തു പറ്റി മകനെ? എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഞാൻ വെറും ഒരു കുഞ്ഞു പയ്യനല്ലേ. അവരെന്നെ ആ വടി കൊണ്ട് അടിക്കാൻ തുടങ്ങുവാ. കൂട്ടുകാരെ വരൂ, ഇവന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കാം നമ്മുടെ കുട്ടികളെ തല്ലിയാൽ എന്താ സംഭവിക്കുന്നതെന്ന്. ഇവൻ ശരിക്കും ഒരു ആക്ടർ തന്നെയാണ്. രക്ഷിക്കണേ. ഇത് ഓർമ്മയിലിരിക്കട്ടെ. ഇനി ഈ കുഞ്ഞിന്റെ മേൽ നിന്റെ നിഴലങ്ങാനും പതിഞ്ഞാൽ അല്ല, ഇത് ആക്ടിങ്ങിന്റെ കൂടെ ഡാൻസിങ്ങും ചെയ്യുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു എല്ലാ ഡോഗികളും പോയെന്നാ. വരൂ, നമുക്ക് ഇതിനെ ഒരു പാഠം പഠിപ്പിക്കാം. ആഹാ, ഇനി നീ അങ്ങോട്ടാ പോവോ മോനെ? ഇനി കണ്ടോ നിന്നെയൊക്കെ എങ്ങനെയാ ഞാൻ പാഠം പഠിപ്പിക്കുന്നതെന്ന്. ഞാൻ വളരെ മോശക്കാരനാണ്. ഞാൻ വളരെ വികൃതിയാണ്. എനിക്ക് അതിന്റെ ശിക്ഷ ലഭിച്ചേ പറ്റൂ. ഉറപ്പായിട്ടും ലഭിക്കണം. ആ വടി ഇങ്ങിതാ, ഞാൻ സ്വയമേ ശിക്ഷ ഏറ്റു വാങ്ങിക്കോളാം. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. മോട്ടു ഓടാൻ തയ്യാറായി നിന്നോ? ഞാൻ തയ്യാറാണ്. വേണ്ട, ആരെങ്കിലും രക്ഷിക്കണേ. അല്ല, നീ ഇവിടെയായിരുന്നു. നിന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. ഓയ് മോട്ടു പതലു, നിങ്ങളുടെ ഫോട്ടോഷോപ്പ് ഒക്കെ എങ്ങനെ പോകുന്നു? ഇടിക്കരുത്. ഇങ്ങനെയൊക്കെ ചോദിച്ചതിന് എന്തിനാ എങ്ങനെ ഇടിക്കുന്നത്? ഞങ്ങൾക്കിപ്പോ ഫോട്ടോഷോപ്പ് കേൾക്കുന്ന തന്നെ കലിയാണ്. പൊളിച്ചെടുത്തല്ലോ. ഞങ്ങളുടെ അയൽവാസിയായ സ്ത്രീയെയും അവരുടെ ഡോഗി ഡോണിനെയും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അവരെ അയച്ചിരുന്നു. എന്നിട്ടാണോ നിങ്ങൾ എന്നെ ഇത്രയും തല്ലുന്നത്? അതിന് നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? ഞങ്ങൾക്ക് ഡോൺ എന്ന പേര് കേൾക്കുന്ന തന്നെ ഇപ്പൊ വെറുപ്പാ. വരൂ മോട്ടു, നമുക്ക് കിട്ടിയതൊക്കെ പങ്കുവെക്കാനുള്ള സമയം ഇത് തന്നെയാ.
ഇതെന്താ കടയ്ക്കപ്പുറത്ത് ഇത്രയും വലിയ ക്യൂ അപ്പൊ നിങ്ങൾക്ക് കാര്യം അറിയില്ലേ? മോട്ടു പത്തിലു എടുത്ത ഫോട്ടോസ് എല്ലാം ഇന്റർനാഷണൽ ഫോട്ടോ ഫെസ്റ്റിവലില് ബെസ്റ്റ് ഫോട്ടോസ് ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. എന്റെ ഡോഗി ഡോണിന് സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടി. എടുക്കൂ, മധുരം എടുത്തോളൂ. പൊളിക്കടുത്തല്ലോ. ഫോട്ടോ എടുക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. പക്ഷെ എന്നെ വിട്ടിട്ട് അവരെ കൊണ്ട് ഫോട്ടോ എടുക്കാണല്ലേ? Watch India's largest kids library only on Jio Hotstar. Download the app now.